ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ വെയ്റ്റ് ലോസ് ഡേ 30 ഡേയ്സ് വെയ്റ്റ് ലോസ് ഡേ ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് 7:08 എഴുന്നേറ്റപ്പോൾ ഒത്തിരി ലേറ്റായി. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ കിടന്നുപോയി. ഗൈസ്, ഞാനിന്ന് ഡീറ്റോക്സ് ഡ്രിങ്കായിട്ട് എടുത്തിരിക്കുന്നത് ഉലുവ വെള്ളമാണ്. ഇച്ചിരി ചൂടുള്ള ഉലുവ വെള്ളമാണ് ഇന്ന് രാവിലെ ഡീറ്റോക്സ് ഡ്രിങ്കായിട്ട് എടുത്തിരിക്കുന്നത്. ഉലുവ ഹെൽത്തിനൊക്കെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീനും കാൽസ്യം അയൺ കണ്ടൻ്റ് എല്ലാം ഉള്ള ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോയും ഒരു ഗ്ലാസ് ചായയുമാണ് ഞാൻ രാവിലെ ഫുഡായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്നെൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാംഗോ ആണ്. ഈ മാംഗോ ഒക്കെ ഡയറ്റിന് ഉൾപ്പെടുത്താവോ ചോദിച്ചാൽ ഉൾപ്പെടുത്താൻ പാടില്ല, കാലറി കൂടുതലാണ്. ഫ്രൂട്ട് ആയതുകൊണ്ടും ഫ്രൂട്ട്സിൽ മാംഗോ ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഒഴിവാക്കേണ്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡയറ്റിൽ. എങ്കിലും എനിക്കിന്ന് ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ. അതുപോലെ ഇന്ന് രാവിലെ കഴിച്ച സ്വീറ്റ് പൊട്ടാറ്റോയും കാലറി കൂടുതലാണ്, പ്രോട്ടീനും കാൽസ്യം അയൺ എന്നതിലൊക്കെ റിച്ച് ആണെങ്കിൽ പോലും കാലറി അതിലൊക്കെ കൂടുതലാണ്. ഇന്ന് ഞാൻ ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഞ്ച് കൂടുതൽ ലൈറ്റ് ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ലഞ്ച് ടൈമിൽ കാണാം. ഇന്ന് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഒരു മുട്ട ഓംലേറ്റ് ആണ്. ഇതിൽ കുറച്ച് സവോളയും തക്കാളിയും പച്ചമുളകും ഇച്ചിരി ഉപ്പ് കുരുമുളക് പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. 2 മുട്ട കേട്ടോ എടുത്തിരിക്കുന്നത്. ഇന്ന് ലഞ്ച് കാര്യമായി കഴിക്കേണ്ട വിചാരിച്ചു. രാവിലെ മിഡ് സ്നാക്കും നല്ല രീതിയിൽ കാലറി ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലഞ്ച് വളരെ ലൈറ്റ് ആക്കാൻ തീരുമാനിച്ചു. ഇന്ന് മോർണിംഗ് വെയിറ്റ് നോക്കിയപ്പോൾ ഇന്നലത്തെക്കാട്ടി ഒരു 5 ഗ്രാം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. വെയിറ്റിൽ ഫ്ലക്ച്വേഷൻ വരുന്നത് കാര്യക്കാതെ തന്നെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവൈസ് ആവും. അതുകൊണ്ട് കുഴപ്പമില്ല, വീണ്ടും ശരിയാകും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ചോറും ഒക്കെ കാര്യമായി കഴിച്ചുല്ലോ. ഇത്രയും ദിവസത്തിനിടയിൽ ഞാൻ ചോറ് ഇന്നലെയാണ് കഴിച്ചത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ വെയിറ്റിൽ ഫ്ലക്ച്വേഷൻ കാണിച്ചത്. ഇന്ന് ഇത്രയും നേരമായിട്ട് 1 ലിറ്റർ വെള്ളം പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ വളരെയധികം മടി ഉണ്ടാവുന്നുണ്ട്. അറിയില്ല എന്താകും ഇന്ന്. രാവിലെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു, പക്ഷെ കുടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്കിത് ഉണ്ടാക്കിയ ശേഷം കാണിക്കാം ഗൈസ്. അങ്ങനെ എൻ്റെ ഓംലേറ്റ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ചായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാനിന്ന് ഈവനിങ് സ്നാക്ക് എടുത്തത് യൂണിബിക്കിൻ്റെ ബട്ടർ കുക്കീസാണ് 2 എണ്ണം. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫിയുമാണ് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് എടുത്തത്. ഗൈസ്, ഇന്ന് എൻ്റെ വെയിറ്റ് ഫ്ലക്ച്വേഷൻ ഒന്നും കാണിക്കുന്നില്ല. 69-90 കാണിക്കുന്നത്. ഇന്നലെ 69-85 ആയിരുന്നു. 5 ഗ്രാം കൂടെ കൂടിയതേ ഉള്ളൂ. വൈകിട്ടും ഡിന്നറായിട്ട് ഞാൻ എടുത്തത് ചീനിക്കിഴങ്ങ് തന്നെയായിരുന്നു. രാവിലത്തേതിൽ നിന്ന് ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതാട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ 4th ഡേയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.